അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ കുട്ടി പറയുന്ന വാക്കുണ്ടാവും. പക്ഷെ ഈ സമ്മർദ്ദത്തിൽ മാത്രം പൈസ ഒരു ദിവസം ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ ഈ നെക്സ്റ്റ് പോകുമ്പോ അങ്ങനെ പോയി ഇതിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ന്യൂസ്. അത് ചില സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ചില ഹോട്ടലുകളിലൊക്കെ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ നമ്മൾ കളികളെ കുറിച്ച് നമ്മളെ കയറ്റം ചെയ്യും. അതുപോലെ ഞാൻ എന്റെ മനസ്സിൽ അത് ഞാൻ പറയാൻ ഞാൻ ഞാൻ പോയിട്ടില്ലല്ലോ. പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വർഷം എന്ന് പറയുന്നത്? അപ്പൊ അവന് കിട്ടുന്ന അവന് വീട്ടിൽ നിന്ന് കിട്ടുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൽ എന്തോ ഒരു പ്രശ്നം കേട്ടോ. അവന്റെ മനസ്സിനോട് കുട്ടി ചോദിക്കുക രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിക്കണ്ട. കുട്ടിക്ക് ഒരു സാമാന്യ ബുദ്ധി ഇവരുടെ ബുദ്ധിയിലുണ്ട്. കുട്ടിയുടെ മനസ്സിനോട് ചോദിക്കുന്നുണ്ടാവും. കുട്ടിയോട് ചോദിക്കുന്നുണ്ടാവും, കുട്ടിയെ ഇത് നിന്റെ വല്യമ്മയാണ്, പാപ്പയുടെ ഉമ്മയാണ്, ഇത് നീ ആണോ കൊണ്ടുവന്നേ പഠിക്കുന്ന. അപ്പൊ ഇത് ചോദിക്കുമ്പോ എന്ത് ഉത്തരം പറയും? അവന് ഞാൻ കൊണ്ടുകൊണ്ടത്. ഈ ഭാരം എടുക്കേണ്ടത് ഒരു 80 വയസ്സൊക്കെ ഉള്ള ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞു അടങ്ങളായി നടക്കുന്ന വല്യമ്മയാണോ നീയാണോ എടുക്കേണ്ടത്? അവന്റെ കുട്ടി ചോദിച്ച കോമൺ സെൻസ് എന്താ അവനോട് പറയും? അവനെ നീയാണ് എടുക്കേണ്ടത്. എന്നാൽ ഇത് രണ്ട് അവനോട് പറഞ്ഞിട്ടുണ്ടാവും. അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കുട്ടി പറഞ്ഞ ഭക്ഷണം ഞാൻ എന്നിട്ട് ഒരു 10 കിലോമീറ്ററോ വളരെ മനപ്രയാസത്തോടു കൂടി വീട്ടിലേക്ക് ഭയങ്കര പ്രയാസമൊക്കെ അത്രയും വിഷമം. അങ്ങനെ വീട്ടിൽ വന്നത് വീട്ടുകാരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറെ കഴിഞ്ഞിരുന്ന് ആലോചിച്ച് നോക്കുമ്പോ ഇങ്ങനെ മൂത്തമ്മ ഇടയ്ക്ക് പറയില്ല ഭക്ഷണമെന്നുള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികൾ ചില സംഗതികൾ നമ്മളിൽ തന്നെ ചില സംഗതികൾ എന്താണ് ഭക്ഷണം. അപ്പൊ നമുക്ക് എടുത്ത് വീട്ടിലേക്ക് ഇന്ന സാധനം കൊണ്ടുപോയില്ലെങ്കിൽ ഭക്ഷണമാണ് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഓരോ നാട്ടാചാരങ്ങളൊക്കെ ഉണ്ടാവും. ആ സന്ദർഭത്തിൽ അത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ ഭക്ഷണമാണ് ഇതാക്കി പോണ്ടിരിക്കും എന്ന് പറയും. പ്രത്യേകിച്ചും പുരുഷന്മാരെയൊക്കെ കൂടുതൽ പറയുന്നത് അത് ഭക്ഷണമാണ്, അത് ഉണ്ടെങ്കിലേ പോകണം എന്ന് പറയും. നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും. കൊണ്ടുപോയി പോയിക്കോളും, നമ്മൾ പൈസ ആകുമ്പോൾ തരാം, നമുക്ക് അപ്പൊ പോകാന്നൊക്കെ തരാം. ഇത് കുട്ടി കേട്ട് പഠിക്കാൻ. ഇപ്പൊ ഇന്നും എനിക്ക് നിങ്ങൾക്ക് എന്തില്ല ഒരു മില്ലിൽ പോയിട്ട് സാധനം പഠിച്ചിരുന്ന പ്രശ്നമില്ല. ഈ ഇരിക്കുന്ന സദസ്സില്ലാതൊക്കെ നീ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവർ റേഷൻ വീടും സാധനം മേടിച്ച് തലയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭക്ഷണമില്ല. കാരണം നമ്മൾ വന്ന വഴികളെ മറക്കുന്നതല്ല, നമുക്ക് സാംസ്കാരികമായിട്ടുള്ള ആ നിലക്കുള്ള മാനസികമായിട്ടുള്ള വികാസം നമ്മുടെ കുട്ടിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവൻ പരിസരത്ത് നിന്ന് തന്നെ കുട്ടിക്ക് അത്ര മെസ്സേജ് കിട്ടും. ഞാൻ ആലോചിച്ച് പറയാം, മൂത്തമ്മ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണം ചില ആചാരങ്ങൾക്ക് ചിലതൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അവര് ബുദ്ധിമുട്ടിക്കുണ്ടാവും. ഇന്നെ കൊടുത്തില്ലെങ്കിൽ അതാവുന്നൊക്കെ പറയണ്ടാവും. പക്ഷെ അപ്പൊ പറയും ഭക്ഷണമാണെന്ന് പറയുന്നതാണ് ഈ കുട്ടി അവിടെ നിന്നിട്ട് പറയുന്നത്. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ എനിക്ക് തോന്നി ഇന്ന് സംസാരിക്കാൻ വളരെ പ്രസക്തമായ മറ്റൊരു സംഗതി തോന്നിയത് ഈ ഒരു 10-25 വർഷം മുമ്പൊക്കെ ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ കൂടെ ആലോചിച്ച സംഗതിയാണ്. ഇനിയുള്ള കാലത്തൊക്കെ രക്ഷിതാക്കളെ പിന്നെ നോക്കണമെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സമ്പത്ത് വേണം. അന്നൊക്കെ ഞാനും പറഞ്ഞ സംഗതിയാണ്, പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഇടുന്നാൽ അതിന്റെ ഉടമകൾ അവരാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ആരായി നമ്മൾ തന്നെ ഉടമ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ അനുഭവത്തിൽ സർക്കാർ ഉദ്യോഗം ഉണ്ടായിട്ടുള്ള മാതാപിതാക്കളെ അവരുടെ കാശ് വാങ്ങിയിട്ട് എന്റെ മക്കൾ സംരക്ഷിക്കാത്ത കാലമായിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു സംഗതി നമ്മൾ പഠിക്കേണ്ടത്? ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണ്ടേ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ? അത് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിത് കണ്ടിട്ടൊക്കെ പറയില്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് കണ്ടിട്ടാവാം, ജീവിത പരിസരത്ത് കണ്ടിട്ടാവാം, ജീവിത പരിസരങ്ങളിൽ കണ്ടിട്ടാവാം. ഇത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഈ സമയം നമ്മൾ പോയി പോയല്ലോ മുളക് പൊടിച്ചിട്ട് ഇറങ്ങാൻ കുട്ടി കടയ്ക്ക് ഭക്ഷണം പറഞ്ഞു മോനെ എനിക്ക് അരി പൊടിച്ചൊന്ന് കഴിച്ചോണ്ട് എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാതാപിതാക്കളും ഇന്ത്യയിലേക്കും വീടുകൾക്കും എല്ലാത്തിനും കൊണ്ടുവരില്ലേ? നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഈ തരത്തില് നമുക്കൊരു കൾച്ചറൽ അഡ്വാൻസ്മെന്റ്, സാംസ്കാരികമായിട്ടുള്ള ഒരു പുരോഗതി, മാനസികമായിട്ടുള്ള വികാസ സംബന്ധിയായിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് ഉണ്ടാകേണ്ടത് അങ്ങനെ നിങ്ങൾ ആലോചിച്ചു. ഈ സബ്ജക്ട് ഏറ്റവും കറണ്ട് ഏറ്റവും ഇപ്പോഴത്തെ സബ്ജക്റ്റ് നിങ്ങൾ ആലോചിച്ചു. മാതാപിതാക്കളെ ഏറ്റവും അവമതിക്കപ്പെട്ട കാര്യം ഈ ഞാൻ പറഞ്ഞ കാര്യം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. മറ്റേ സംഘടനയെ കുറിച്ച് നമ്മൾ എപ്പോഴും അറിയണം. കുടുംബങ്ങളിൽ പല കുടുംബങ്ങളിൽ സർക്കാർ ഉദ്യോഗം ഉണ്ടായിട്ട് മാതാപിതാക്കൾക്ക് വരുമാനം ഉണ്ടായിട്ട് അവരുടെ കൊട്ടാരം പോലെ വീട്ടില് അടിമകളെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന വീടുകൾ നമ്മുടെ ജീവിത പരിസരത്തുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് അത് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കുട്ടികളിൽ എന്ത് മെസ്സേജ് ഉണ്ടാക്കുന്നതാണ്. അത് കുട്ടികൾ നമ്മളെ 4, 5, 10 വർഷം കാണിച്ചു കഴിയുമ്പോൾ നമ്മളോട് കാണിക്കില്ല എന്നതാണ്. ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു സംഗതി. നമ്മൾ കാട്ടുകൊണ്ടാണ്
നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് ചെയ്യാൻ. അപ്പം ചോദിക്കും, ഞാൻ എന്റെ വീട്ടിൽ കാണിക്കും, വേണ്ട നമ്മുടെ കുടുംബക്കാരെ കാണിക്കണവ, അവര് പോകുന്ന കൂട്ട് കിട്ടുന്നത് കേൾക്കണതായിരിക്കാം. നമ്മളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പുറമെ നിന്ന് അവർ കേൾക്കുന്നുണ്ട്. ആ കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിശക്തമായിട്ടുള്ള ഒരു ധാരണ, ഒരു സംഗതി നമ്മള് അവരെ പറ്റിയുള്ള ശ്രദ്ധ നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചോദിക്കുകയാണ്, നമ്മുടെ ഒരാളുടെ ലൈഫ്, എനിക്കും അതൊക്കെ ഒരു ലൈഫ് ഒരു ജീവിത ദൈർഘ്യമുണ്ട്, അത് നമ്മൾ എങ്ങനെ ചെലവഴിക്കണം? നമ്മുടെ കുട്ടിയുടെ, നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്പാൻ എങ്ങനെ, നമുക്കൊരു ജീവിത ദൈർഘ്യം നമ്മൾ എങ്ങനെ ചെലവഴിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. എങ്ങനെ ചെലവഴിക്കണം? അത് നമ്മൾ വിവിധ പണികളിൽ ഏർപ്പെട്ടാണ് ചെലവഴിക്കും അല്ലേ? ഓരോരുത്തരും അവരവർ വിവിധ പണികളിൽ ഏർപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയണെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടായിരിക്കണം എന്ത് ജീവിച്ചു നോക്കുമ്പോൾ തന്നെ അത് പൂർത്തിയായിട്ടാവണം. ഒരു ചായ കുടിക്കുമ്പോൾ അത് ഗ്ലാസ്സിൽ മുഴുവൻ കുടിക്കും പോലെ ജീവിതത്തെ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഓരോ സമയത്തെയും നമ്മൾ പരിശ്രമിച്ചിട്ട് ആ സമയം, കാരണം നമുക്കൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ നിൽക്കും. നമ്മൾ വാങ്ങിച്ച ക്ലോത്ത് നിൽക്കും പോലെ, നമ്മൾ വാങ്ങിച്ച ഒരു വാച്ച് നിൽക്കുമ്പോൾ, ഏതൊരു ഇലക്ട്രോണിക്സ് ഉപകരണം പ്രത്യേകിച്ച് പെട്ടെന്ന് നിന്ന് പോകും. എന്ന പോലെ നമ്മുടെ സമയം, അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ നിന്ന് പോകും. ആർക്കും അറിയില്ല എത്ര വരുന്നത് അല്ലെ? അപ്പൊ ആ സമയം വരെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലെ? കാണാല്ലേ അല്ലെ? ആക്ഷൻ കൊണ്ട്, പ്രവർത്തനം കൊണ്ട് നിരതമായിരിക്കും ലൈഫ്. അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനം എങ്ങനെയായിരിക്കണം? നല്ല രണ്ട് വഴിയുണ്ടല്ലേ? ഹദയാണ് നജിതയും, രണ്ട് വഴി, നജിതയും രണ്ട് വഴി നമ്മളെ മുമ്പിലുണ്ട്. പോസിറ്റീവായിട്ടും ചെയ്യാം, നമുക്ക് നെഗറ്റീവായിട്ടും കൊടുക്കാം അല്ലേ? പക്ഷെ ആ രണ്ട് വഴി തെരഞ്ഞെടുക്കുമ്പോൾ രണ്ടിലും നമുക്ക് എന്താ പറയാ, നന്നായി ചെയ്യാം, മോശമായിട്ടും ചെയ്യാം. നമ്മൾ നല്ല വഴിയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ചെയ്യണം, എക്സലായിട്ട്, ഏറ്റവും അടിപൊളിയായിട്ട്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ചെയ്യണമെങ്കിൽ പോരായ്മ പോലും, പക്ഷെ നമ്മൾ നന്നായിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ലൈഫ് ആക്ഷൻ കൊണ്ട് നിറഞ്ഞിരിക്കണം, പ്രവർത്തനം കൊണ്ട് നിറഞ്ഞിരിക്കണം, സജ്ജമായിരിക്കണം. ആ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളായിരിക്കണം. ഇനി അത് നല്ലോണം ഉണ്ടായിക്കോട്ടെ. ഒരു ഗ്ലാസ് പായസം കുടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കിടക്കാൻ തോന്നില്ലേ? ഇല്ലേ? ചോദിക്കും ഇല്ലേ? ചായയേക്കാൾ പായസം ഒരു ഗ്ലാസ് കൂടി കുടിക്കാൻ നമുക്ക് തോന്നില്ലേ? നമ്മൾ കിട്ടിയ ഒരു ഗ്ലാസ് കുടിക്കും. വീണ്ടും കിട്ടിയാലും നമ്മൾ ആരോഗ്യം ചിന്തിക്കൂലെ, നമ്മൾ ഒരു ആഗ്രഹം വീണ്ടും ഗ്ലാസ് കുടിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നല്ലോണം ചെയ്യണം. അപ്പൊ നമ്മുടെ ലൈഫ് സ്പാന്, എനിക്കും നിങ്ങൾക്കും അനുവദിക്കപ്പെട്ട, കുട്ടിക്കും അനുവദിക്കപ്പെട്ടുള്ള ലൈഫ് സ്പാന്, നമ്മുടെ കയ്യിലല്ലാത്ത ലൈഫ് സ്പാന് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ധാരാളമായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും അധികം ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ള ലൈഫിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അല്ലെ? കാണാമല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് ലൈഫ് സ്പാൻ, ആ ലൈഫ് സ്പാൻ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ കൾച്ചറൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടാവണം. ഈ കൾച്ചറൽ അഡ്വാൻസ്മെന്റ്, അതായത് സാംസ്കാരികമായിട്ടുള്ള, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വികാസം, പഠിക്കുന്ന ഓരോരുത്തരുടെ മാനസിക വികാസം, മാത്സ് പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും ഭാഷയിലുള്ള വിവിധ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വികാസം ഉണ്ടാവണം. ഈ വികാസങ്ങളൊക്കെ പിന്നെ അത് വഴിക്ക് എന്തുണ്ടാവും? ഒരു വ്യക്തി വികാസം ഉണ്ടാവും. ഇപ്പൊ മലയാളം മാത്രം സംസാരിക്കുന്ന ഞാൻ ഹിന്ദി മീഡി ബാത്ത് കർത്ത സമയം എന്തുണ്ടാവും? ഒരു ഭാഷ കൂടി വരുമ്പോൾ എനിക്ക് വ്യക്തിത്വ വികാസം. അത് കഴിഞ്ഞ് തമിഴ് കൂടി സംസാരിക്കുമ്പോൾ എനിക്ക് അതുകൂടി വരില്ല, അപ്പൊ അതിന്റെ വ്യക്തിത്വ വികാസം ഉണ്ടാവും അല്ലെ? 1000 രൂപ കിട്ടുന്ന ഒരു ദിവസം 2000 രൂപ കുറച്ചുകൂടി വികാസങ്ങൾ അതുവഴി ഉണ്ടാക്കാൻ പറ്റും. എന്താ പോകുന്നത്? ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വ വികാസം സാധ്യമാക്കുന്നതാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറഞ്ഞാൽ വ്യക്തിത്വ വികാസം ഉണ്ടാക്കാൻ, കോളേജിൽ പഠിക്കുന്നതിന് വ്യക്തിത്വ വികാസം ഉണ്ടാവണം, പണിയെടുക്കുന്നത് കാശുണ്ടാക്കാൻ മാത്രമല്ല, പണിയെടുക്കുന്നതിലൂടെ അവന് വ്യക്തിത്വത്തിന് വികാസം ഉണ്ടാവട്ടെ, നല്ല നല്ല കൂട്ടുകെട്ട് ഉണ്ടാവണം എന്നാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അല്ലെ? നല്ല മനുഷ്യന്മാരുടെ സജ്ജന സഹവാസം എന്നാണ് പറയുന്നത്. നല്ല മനുഷ്യന്മാരുടെ കൂട്ടുകെട്ടുണ്ടാവും, നല്ല കാര്യങ്ങൾ പഠിയല്ലോ. അപ്പൊ സാംസ്കാരികമായിട്ട് ഒരു ഔന്നത്യത്തിന് വേണ്ട സംഗതിയാണ്. അപ്പൊ നമ്മളിപ്പോ പല്ല് തേക്കാത്ത ആളാണ് ഇരിക്കാൻ പറ്റും. നമ്മളിതൊക്കെ കൂട്ടുകെട്ടിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ പല്ല് വെച്ചാൽ വൃത്തിയാകുന്ന ആളാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി പല്ല് തേക്കണം, നമുക്ക് പല്ലേക്ക് തുടങ്ങിയ എന്റെ സാംസ്കാരികമായിട്ട് ലെവൽ കുറച്ച് കയറുന്നു. ഞാനൊരു സ്ഥലത്തും കൂട്ടുകാരിൽ പോകുമ്പോൾ അങ്ങനെ എന്നും കുളിക്കണമെന്നില്ല, ഇടയ്ക്കൊക്കെ കുളിക്കാനുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ അവരെല്ലാവരും എന്നും കുളിക്കുന്നവരാണെങ്കിൽ ഞാനും എന്നും കുളിക്കുന്നവരായ എന്റെ സാംസ്കാരികമായ പദ്ധതി ഒന്നും കൂടി കയറുന്നു. ആണോ അല്ലേ? ആണ്. ഞാനും ചിലപ്പോ ഭക്ഷണത്തിന് കൂർത്തടിക്കുന്ന ആളാണ്. ആ ഭക്ഷണമൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് സദസ്സിന് മനസ്സിലായപ്പോ ഞാനത് സ്വീകരിച്ചപ്പോ എന്റെ സാംസ്കാരികമായ പദ്ധതി കുറച്ചുകൂടി കയറുന്നു അല്ലേ? അങ്ങനെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ആ ഔന്നത്യം ഇങ്ങനെ ഉയർന്നു വരണം. വേണോ വേണ്ടേ കാര്യം
ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ബയോളജി പഠിച്ചു, വേറെ പഠിച്ചു, ഗൾഫിൽ പോയി, നാട്ടിൽ നിന്ന് മക്കൾ നമ്മൾ നോക്കുന്ന ഒരു സമയത്ത് നമ്മളോട് കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല, കുടുംബക്കാരോട് കാര്യങ്ങൾ ഉണ്ടാവില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല. മുതിർന്നവരുടെ 60, 70, 80 വയസ്സായ ആൾക്കാരുടെ മക്കൾ മോശമായി പെരുമാറുന്നു, അവരെ പരിഗണിക്കുന്നില്ല, അവർ ചേർത്ത് പിടിക്കുന്നില്ല. അപ്പൊ എന്തോ ഒരു മാറ്റം വരെ, ഒരു പെശകനെ ഒരു മാറ്റം എന്ത് വരേണ്ടതുണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ മാറ്റത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മൾ നമ്മെ നോക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരു നോക്കുന്നുണ്ട്. നമ്മൾ കുറ്റം പറയുമ്പോൾ ജ്യേഷ്ഠനെ പറ്റി, അനിയനെ പറ്റി, അമ്മായിനെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കുന്നുണ്ട്. പറഞ്ഞു ഞാൻ പറയുന്ന കാര്യത്തിൽ പറഞ്ഞത് കുട്ടികൾ ഇത് കേട്ട് പഠിക്കുകയാണ്. കുട്ടികൾ ഇത് കേട്ട് പഠിക്കുകയാണ്. കുട്ടികൾ ഇത് കേട്ട് പഠിക്കുമ്പോൾ അപ്പോഴാണ് മാനസിക സംഘർഷങ്ങൾ വലുതാണ്. അതിനാണ് പറഞ്ഞത്. എന്നിട്ട് ആണ് കുട്ടികൾ ഇത് ജീവിതത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പൊ നമുക്ക് മോശമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞ എന്തെങ്കിലും മൃഗത്തിന്റെ വേറെ പേരപ്പിള്ളി അത് കുട്ടി ജീവിതത്തിൽ കേട്ടിട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞതാവില്ല, ചിലപ്പോൾ വീട്ടിന്റെ പരിസരത്തുനിന്നോ കുടുംബങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഇത് വരുന്നതൊക്കെ കേട്ടതായിരിക്കും, ബാലവാടിന്നോ കേട്ടതായിരിക്കും. അപ്പൊ അങ്ങനെ കേളിയാണ് എന്ത് വേറൊരു സമയത്ത് പറയാൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അത് മോനെ നമുക്ക് വേണ്ടട്ടാ, നമുക്ക് പറ്റിയല്ലേട്ടാ എന്ന് നമ്മൾ സംയോജിതമായിട്ട് അവന്റെ മനസ്സിനും സന്ദർഭത്തിനൊക്കെ ഏത് സന്ദർഭത്തിൽ പറഞ്ഞാലാണ് കുട്ടിക്ക് ഉൾക്കൊള്ളെങ്കിൽ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ള കറക്ഷൻസ് നമ്മൾ വരുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഈ സമയം നിലവിട്ടത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഈ ഏറ്റവും എന്താ പറയാ ഈ ഏറ്റവും കാരുണ്യം ഇല്ലാത്ത സമയം എന്നല്ലേ പറഞ്ഞത്. മുതിർന്നവരോട് കാരുണ്യം കാണിക്കാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണം. നമ്മളോട് ഒരിക്കലും കാരുണ്യം കാണിക്കാത്ത ഒരു സമയം നമ്മുടെ മക്കളിൽ നിന്ന് ഉണ്ടാകണം. ഉടനെയാണെങ്കിൽ എല്ലാമേക്കും വായിക്കുന്ന കവിത എന്റെ വരികളിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പറ്റുന്നു. ഈ ഹംദർദി എന്നുള്ളൊരു കവിതയിൽ എല്ലാമേ കുട്ടികൾക്കുണ്ട് ബച്ചോങ്കോ എന്നാണ് എന്നെ കവിതയിൽ പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുഗമയെ കുറിച്ച് പറയാം. ഞാൻ ജീവിതത്തിൽ കുറെ സ്റ്റേറ്റസ് പറയേണ്ടത്. ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോയിട്ട് ഇങ്ങനെ പോയി, അതായത് സഹയ പറയുന്നത് അധ്വാനത്തെ പറ്റിയിട്ട് പറഞ്ഞു. എങ്ങനെ അധ്വാനിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കവിയുടെ കാവ്യാത്മകമായിട്ട് പറയുന്നത് പെട്ടെന്ന് രാത്രിയായി പോയി. രാത്രി എല്ലായിടത്തും അന്ധേര ശാഖയെ അതിങ്ങനെ പരന്നു വ്യാപിച്ചു. പക്ഷെ അതൊന്നും അറിഞ്ഞില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിന്റെ ഒരു കുറുകുറുക്കല്, ഒരു വിഷമം, വേവലാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്താ ചെയ്യാ വിഷമിച്ചിട്ട് എന്ന് പറയാം. നമുക്ക് ജീവിതത്തിൽ ഓരോ മനുഷ്യനുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണ്. നമ്മളെന്തെങ്കിലും വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ചേട്ടന്മാരുണ്ട്, കുട്ടികളുണ്ടെന്നൊക്കെ പറയും. നമ്മൾ ഒറ്റക്കാണ്. പരീക്ഷ എഴുതുന്നത് ഒറ്റക്കാണ്. റിസൾട്ട് കിട്ടുന്നതിന്റെ അനുഭവം നമുക്ക് ഒറ്റക്കാണ്. ജോലി കിട്ടിയ ശമ്പളം നമുക്ക് ഒറ്റക്കാണ് കിട്ടും, ഒരാളെ കയ്യിലെ കൂടും. ജീവിതത്തിൽ ഓരോ നമ്മൾ ജനിച്ചു വന്നപ്പോൾ നമ്മൾ ഒറ്റക്കാണ്. അപ്പൊ കൂട്ടത്തിലുണ്ട്, എന്നാലും നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒറ്റക്കുള്ള മനുഷ്യൻ ഒറ്റപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അതിന്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില് നല്ല ശക്തന്മാരൊക്കെ ചിലപ്പോൾ നോക്കിയിട്ട് കിട്ടും. വേണ്ട ഈ സ്ഥാപനങ്ങളിലൊക്കെ ഫീസ് കൊടുക്കുമ്പോൾ നല്ല കഴിവുള്ളവർ വേണ്ട കഴിവില്ലാതെ വേഗം ഫീസ് കൊണ്ടുവരും. പുറത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്തി ശീലമുണ്ടോ പറഞ്ഞു. കാശില്ലാത്തവരെ എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കുക വെച്ചിട്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നല്ലോ വെച്ചിട്ട് കടം വാങ്ങിയിട്ട് കൊടുത്തിട്ട് സ്വസ്ഥാവല്ലോ ചെയ്തു. പിന്നെ അത് കിട്ടിയാൽ പറ്റുമല്ലോ. കാശുള്ളവർക്ക് 500 പേര്, പിന്നെ 500 പേരാ, പിന്നെ ഇത് 500 പേരാ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് 500 പേരെന്ന് പറഞ്ഞു. എന്തിന് 5000 ചോദിച്ചാൽ 10,000, 20,000 ഒക്കെ തരാൻ കഴിയുന്നാലും അതിനെ ചൂണ്ടൽ മെട്രാൻ ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല്, അപ്പൊ നമ്മള് ജീവിതത്തില് എന്താ പറയുക ഒറ്റക്കാണ്. ഏത് സമയത്തും ഒറ്റക്കാണ്. ആ ഒറ്റക്കുള്ളപ്പോൾ ചിലപ്പോൾ കഴിവുള്ളവരല്ല സഹായത്തിന് വരും. ഒരു മിന്നാമിൽ നിന്ന് സഹായത്തിന് വേണ്ടിയിട്ടാണ് വരിക. ആ മിന്നാമിന് പറയണ്ടേ ഞാൻ ഏറ്റവും ചെറുതാണ്, ഞാനിങ്ങനെ ഏറ്റവും ചെറുതാണ്, എന്നാൽ അകർച്ച ഇടാകും അകർച്ച ഞാൻ കൊച്ചു ജീവിയാണ്, എന്നാലും ഞാൻ ഇങ്ങനെ സഹായത്തിന് വരിക, എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാം നിന്റെ വീട്ടിലേക്ക് ഞാൻ ഈ വിളക്ക് രോഷിനി വികാക്കർ ഈ വെളിച്ചം കാണിച്ചിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാമെന്ന് പറയണം. അരവിന്ദാവിന് ഈ പക്ഷിയോട് പറയണേ. നമ്മൾ ഓരോ മനുഷ്യരും അടുത്ത മനുഷ്യനോട് പറയേണ്ടതാണ്. നമ്മൾ വിചാരിക്കും നമ്മളടുത്ത് നല്ലോണം പൈസയും പണവും പ്രതാപവും സൗകര്യമൊക്കെ ഉള്ളപ്പോഴായാലും സഹായിക്കാനും അല്ല, അങ്ങനെ ഉള്ളവരൊക്കെ സഹായിച്ചോണമെന്നില്ല. നമ്മൾക്ക് എന്ത് വിഭവങ്ങളാണുള്ളത് അതുകൊണ്ട് നമ്മൾ സഹായിക്കണം. അത് കാട്ടുന്നതും ആണ് നമ്മുടെ കുട്ടി. ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പൈസ പിന്നെ ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് പൈസ ഇറക്കുമ്പോ എനിക്ക് എന്തുണ്ടാകാൻ പാടില്ല, എനിക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല.
ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ചെലവിന് വേണ്ടി കൊടുക്കുമ്പോ അത് എനിക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല. ആ വിഷമം എന്റെ കുട്ടി കാണാൻ പാടില്ല. എനിക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്, അതെന്റെ കുട്ടി കാണുന്നുണ്ട്. ഈ വിഷമം ആ വിഷമങ്ങൾ എന്റെ കുട്ടി കണ്ട അതാ മതി. വാപ്പക്ക് ഉമ്മാക്കൊക്കെ കൊടുക്കുമ്പോ വിഷമം ഉണ്ടായത് ഞാൻ കാട്ടുള്ളൂ. ഈ ന്യൂട്ടന്റെ തിയറി ഉണ്ട്, എവറി ആക്ഷൻ there is an equal and opposite reaction. ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഏതൊരു പ്രവർത്തിക്കും, നമ്മൾ എന്തൊരു പ്രവൃത്തി ഭൂമിയിൽ ചെയ്താലും അത് ഈക്വൽ ആയിട്ട് തുല്യമായിട്ടുള്ള വിപരീത ശക്തി ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ അത് കുട്ടി കാണും, എന്റെ ബോഡി ലാംഗ്വേജ് കുട്ടി കാണും, ശരീരഭാഷ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ നിങ്ങളെ മുഖം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമാകാരൻ പറയാൻ മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് നിന്നാമിനിന്ന് പറയണേ, ഞാൻ ഞാൻ അവസരം പിന്നെ നിന്നാമിനിന്ന് പറയാണ് ഞാൻ അവസരം. എന്താ പറയുക, എനിക്ക് ഈശ്വരൻ തന്നിട്ട് ഈ വെളിച്ചതല്ലോ, ഇത് കാണിച്ചിട്ട് അള്ളാഹിനെ ദീഹി മുച്ചിപ്പോ മഷ്ഫൽ എനിക്ക് വെളിച്ചം തന്നിട്ടുണ്ട്. എന്താ പറയാ, ചംകാക്കി മുച്ചിക്കോ ചംകാക്കി മുച്ചിക്കോ ദിയാവനായ, അത് തന്നിട്ട് അതിങ്ങനെ തിളങ്ങിയ പോലെ തന്നിട്ടാണ് എന്നെ ജനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ട് നിന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചത്. എന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വരി പറഞ്ഞിട്ട് അവസാനം എന്താ പറയാ പറയണത്, ഹേ ലോക് വഹീ ജഹാൻ സെ അച്ഛേ ആതേ ഹി ജോ കാം ദൂസരോं को. ആരാണ് ഈ ഭൂമിയിൽ ഉത്തമരായിട്ടുള്ള മനുഷ്യരെന്ന് പറയും, നല്ല മനുഷ്യരെന്ന് പറയും. നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കാം, നമ്മുടെ കുട്ടികളോട് ചോദിക്കാം, ലോകത്തെ ഓരോ മനുഷ്യരോട് വിശ്വവിഖ്യാതനായിട്ട് അലാമായിക്കോണ കവി ചോദിക്കാം, ഹേ ലോക് വഹീ ജഹാൻ മേ അച്ഛേ ആതേ ഹി ജോ കാം ദൂസരോं को. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴോ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തോട്ടെ, ആ പ്രവൃത്തി ചെയ്യുമ്പോ അതിന് മറ്റൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കണ്ട, ഞാൻ ഇന്ത്യ ഓർക്ക് അടങ്ങുന്നതാണ്, മറ്റാൾക്ക് എങ്ങനെ ഇടങ്ങേറുണ്ടാക്കണം, ബുദ്ധിമുട്ടിലാക്കണം എന്നതിന് പലപ്പോഴും എല്ലാ മനുഷ്യരില്ല ചിലരെങ്കിലും ആരും. കുറച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് ഗുണമുണ്ടാകും. ഏറ്റവും അടുത്ത സ്ഥലത്തിൽ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവർക്ക് ഉണ്ടാകും, പരിസരത്തുള്ളവർക്ക് നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണമുണ്ടാകണം. നമ്മൾ എവിടെ പോയാലും നമ്മളെ കൊണ്ട് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയണം, ഒരു സഹായമുള്ള ആളാണോ നമ്മൾ. നമ്മുടെ കുട്ടി അങ്ങനെ ആണ്ടാ നിങ്ങൾ ആഗ്രഹിക്കും, ഞങ്ങളുടെ കുട്ടി അങ്ങനെ ആവണമെന്നല്ല ആഗ്രഹിക്കാൻ. എവിടെയെങ്കിലും പോയിട്ട് ആള് വന്നിട്ട് പറയും, നിങ്ങളെ കുട്ടി ശിവൻകുട്ടി, നിങ്ങളെ കുട്ടി അനുഭവം യഥാത്തൊരു സഹായമായിട്ട് ആ കുട്ടി അവിടെ ഉണ്ടായത് വലിയൊരു ഉപകാരമായ നേട്ടം. ഞങ്ങൾ ബുദ്ധിമുട്ടിയപ്പോഴൊക്കെ ഞങ്ങൾ ആ കുട്ടിയെ സഹായിച്ചേട്ടാ എന്ന് നമ്മളോട് വന്ന് പറയുന്ന നമുക്ക് സന്തോഷമല്ലേ. അപ്പൊ നമ്മൾ അതാകണം എന്ന് ആഗ്രഹിക്കണം, നമ്മുടെ കുട്ടി അതാകണം എന്ന് ആഗ്രഹിക്കണം. ഈ വരികൾ ഒന്നും കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇതാണ് വലിയ ജഹാമി അച്ഛൻ. ഇത്തരത്തിലുള്ള ആളുകളാകുന്നു ലോകത്തിന് ഉത്കൃഷ്ടരായിട്ടുള്ള ആളുകൾ. അതേ അവരെന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് അത് നന്മ വരാനായിട്ട് അവര് ആഗ്രഹിക്കുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു. താങ്ക് യു.